നമസ്കാരം, ഞാൻ ഡോക്ടർ ലിസി വിൻസെൻ്റ്, കിംസ് ഹെൽത്ത് ഫാമിലി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം എപ്പോഴും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ വാക്സിനേഷൻസ് അവൈലബിൾ ആണ്, അതുവഴി എന്തൊക്കെ രോഗങ്ങൾ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ പ്രധാനമായും കാണുന്ന പ്രശ്നങ്ങളാണ് പനി, ചുമ, ജലദോഷം, അതുവഴി വരുന്ന പ്രശ്നങ്ങളും. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസ വൈറസും ഫ്ലൂ വൈറസ് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മളെ സഹായിക്കും. അടുത്തതായി കാണുന്നതാണ് വയറിളക്കം, ഛർദിൽ, മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള അസുഖങ്ങൾ. ഇത് പ്രധാനമായും നമുക്ക് ആഹാരവും വെള്ളവും, മലിനമായ ആഹാരവും വെള്ളവും വഴിയാണ് സ്പ്രെഡ് ആകുന്നത്. അതിനെ പ്രതിരോധിക്കാനായി നമുക്ക് ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ വീട്ടിലെ മുതിർന്നവരും അസുഖങ്ങളുള്ളവരും ഉണ്ടാവും. ഷുഗർ, BP, ഹാർട്ടിന് സംബന്ധമായ പ്രശ്നങ്ങൾ, ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ. അവരെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് അവർ കൂടുതലും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ കാരണമാണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂമോകോക്കൽ വാക്സിൻസ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഓപ്ഷണൽ വാക്സിൻസ് അവൈലബിൾ ആണ്. വാരിസെല്ല, അതായത് ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് B, MMR, ടെറ്റനസ് ഡിഫ്തീരിയ, ആൻറ്റി റാബീസ് ഇങ്ങനെയുള്ള വാക്സിൻസ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി മേൽപ്പറഞ്ഞ വാക്സിനേഷൻസ് എടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടറോ പീഡിയാട്രീഷ്യനെ കാണുകയും ഈ വാക്സിൻസ് ഓരോരുത്തരും എടുത്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്.